അത്തരമൊരു സാഹചര്യത്തിൽ ഈ കൂട്ടക്കുരുതി ഒരുപക്ഷെ പിന്നെ ഈ 21-ാം മാസത്തിലും അതിക്രൂരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഇസ്രായേൽ സമീപനമാണ് കാണുന്നത്. അതിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു അമേരിക്കയെയാണ് കാണുന്നത്. അതിന് മൗനസമ്മതമാണെങ്കിൽ പോലും യൂറോപ്യൻ രാജ്യങ്ങളും ചില ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും നടത്തുന്നു എന്നത് മാറ്റി നിർത്തിയാൽ അവരും ഏറെക്കുറെ ഇതിനോട് അനുകൂലമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നു എന്ന് വേണം ഈ പുതിയ സംഭവ വികാസങ്ങളും അവരുടെ പ്രതികരണങ്ങളും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ഇതിൽ വേറൊരു കാര്യം, ഇസ്രയേലിനകത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടെ ഉയരുന്ന പ്രതിഷേധങ്ങൾ കാണുന്നുണ്ട്. പുതിയ ചില റിപ്പോർട്ടുകൾ, സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ ഈ ഇത്ര തീവ്രമായിട്ടുള്ള യുദ്ധ സാഹചര്യത്തിൽ ജീവിക്കുന്നതുകൊണ്ട് അവിടെ സൈനികർക്കിടയിൽ പോലും ആത്മഹത്യ ഉണ്ടാവുന്നു. കാരണം എത്ര മാസങ്ങളായിട്ട് ഇത് തുടരുകയാണ്. ഇവരെ സംബന്ധിച്ച് മാനസിക പ്രശ്നങ്ങൾ, അതിനപ്പുറം ഇതിൽ തന്നെ തീവ്രമായിട്ടുള്ള ഒരു യുദ്ധത്തിൽ നിൽക്കുന്നത് കൊണ്ടുള്ള ശാരീരിക പ്രശ്നങ്ങൾ, അങ്ങനെ സൈനികർ തന്നെ ആത്മഹത്യയിൽ പോകുന്നു ഇസ്രായേൽ എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പം ആ തരത്തിൽ ഇസ്രായേലിനുള്ളിൽ എത്രത്തോളം പ്രതിഷേധം ഉയരുന്നുണ്ട്. നിലവിലെ സാഹചര്യം മടുക്കുന്ന മനുഷ്യരുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും അവിടെ തന്നെ ഇസ്രായേലിനെതിരെ തിരിയുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ? തീർച്ചയായിട്ടും ഇത് രണ്ട് നിലക്കാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. ഒന്ന്, ഈ ബന്ദികളുടെ മോചനം നീട്ടിക്കൊണ്ടു പോകുന്ന അല്ലെങ്കിൽ ഒരു കരാർ രൂപപ്പെടാൻ വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടും ആ കരാറിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാതെ അത് അട്ടിമറിക്കാൻ വളരെ അവ്യക്തമായിട്ടുള്ള ഒരിക്കലും യുക്തിപൂർണ്ണമല്ലാത്ത ഉപാധികളും നിബന്ധനകളും മുന്നോട്ട് വെച്ചുകൊണ്ട് ആ ചർച്ചയെ പൂർണ്ണമായിട്ടും വഴിതെറ്റിക്കാനുള്ള കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നീക്കമാണ് നെതന്യാഹു നടത്തുന്നത്. ഇതിനെ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സ്മോട്രിക്, ബെൻഗവിർ എന്നീ തീവ്ര വലതുപക്ഷ മന്ത്രിമാരാണ്. അവർ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും അർത്ഥത്തിൽ മാസമായിട്ടൊരു കരാർ രൂപപ്പെടുത്തുകയാണെങ്കിൽ ആ ഘട്ടത്തിൽ തങ്ങൾ രാജി സമർപ്പിക്കും, തങ്ങളുടെ പിന്തുണ പിൻവലിക്കും, അതോടുകൂടി ഗവൺമെന്റ് നിലംപതിക്കുന്ന ഒരു സാഹചര്യം വരും. ഇപ്പോൾ പോലും യാഥാസ്ഥിക ചില മതവിഭാഗങ്ങൾ അവരുടെ പിന്തുണ പിൻവലിച്ചത് കൊണ്ട് തന്നെ ഏറെക്കുറെ ന്യൂനപക്ഷ ഒരു മന്ത്രിസഭ എന്ന നിലയ്ക്ക് നെതന്യാഹു വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അത്തരമൊരു സാഹചര്യം ഒരു ഭാഗത്ത്. മറുഭാഗത്താണെങ്കിൽ ഈ സൈനികരുടെ നിരന്തരമായിട്ടുള്ള മരണങ്ങളുടെ പിന്നിട്ട ദിവസങ്ങളിലൊക്കെയും ഹമാസ് നടത്തിയ പ്രത്യാക്രമണത്തിൽ നിരവധി സൈനികർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്നലെയും 4 സൈനികർക്ക് ഗുരുതരമായിട്ട് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ 10 ദിവസത്തിനുള്ളിലാണ് 5 സൈനികർ ആത്മഹത്യ ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി ഇസ്രായേൽ മാധ്യമങ്ങളും ഇസ്രായേൽ ഔദ്യോഗിക സംവിധാനങ്ങളും പുറത്തുവിടുന്നത്. അതായത് ഈ ഒരിക്കലും തങ്ങൾ അഭിമുഖീകരിക്കാത്ത ഒരു സാഹചര്യത്തിൽ തീക്ഷ്ണമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് യുദ്ധത്തിൽ തള്ളിയിട്ടത് മൂലം അതിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കമാണ് ഈ സൈനികരുടെ ആത്മഹത്യയിലേക്ക് നയിച്ചിരിക്കുന്നത്. ഇനിയും സൈനികർക്കിടയിൽ ഈ ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ സൈനികരെ ലഭിക്കാത്തൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ചില യാഥാസ്ഥിക വിഭാഗങ്ങൾ സൈനിക വൃത്തി ഏറ്റെടുക്കാൻ വിസമ്മതിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില റെജിമെന്റുകൾക്കുള്ളിൽ വലിയ തോതിലുള്ള എതിർപ്പ് രൂപപ്പെട്ടിട്ടുണ്ട്. കാരണം ഗസയിൽ തങ്ങളുടെ ദൗത്യം പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനിയും അനിശ്ചിതമായിട്ട് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചിലരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രമാണ്. അതിൽ നിന്ന് പിൻവാങ്ങണമെന്നാണ് ആ റെജിമെന്റുകളും മറ്റും ആവശ്യപ്പെടുന്നു. പക്ഷേ ഇതൊക്കെയാണെങ്കിലും തന്റെ രാഷ്ട്രീയ നിലനിൽപ്പ് മുൻനിർത്തിക്കൊണ്ട് സൈനിക നേതൃത്വത്തിന്റെ പിന്തുണയോടുകൂടി നെതന്യാഹു ഈ ക്രൂരത മുന്നോട്ട് തന്നെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇതിനെ അതിജയിക്കാൻ ഇസ്രായേൽ പൊതുസമൂഹത്തിന്, ബന്ദികളുടെ ബന്ധുക്കൾക്ക് എത്ര കണ്ട് സാധിക്കുമെന്ന ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. ഈ രാത്രിയിലും തെല്ലവീവിലും ജെറൂസലമിലും ഹൈഫയിലും വലിയ തോതിലുള്ള പ്രക്ഷോഭ പരിപാടികളാണ് ഒരു കരാറിന് വേണ്ടി ജനത ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊക്കെയും മറികടന്നുകൊണ്ട് തന്റേതായിട്ടുള്ള ശ്രേഷ്ഠ താല്പര്യങ്ങളുമായി തന്നെ മുന്നോട്ട് പോകാനാണ് നെതന്യാഹു സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ധന്യ. ശരി, MC.